നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബിനാറിന്റെ 1927 ദിവസമാണ് ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ സജിമോൻ PY ആണ്. ഡോക്ടർ സജിമോൻ PYയുടെ ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ PY സജിമോൻ ക്യാൻസറിൽ വളരെ എക്സ്പീരിയൻസ് ആയിട്ട് ഉള്ള വ്യക്തിയാണ്. അദ്ദേഹം നമുക്ക് ധാരാളം ക്ലാസ്സുകൾ ഇതിനകം എടുത്തു കഴിഞ്ഞു. അദ്ദേഹം കോട്ടയം ജില്ലയിൽ അഴൂരിൽ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ജോലി ചെയ്യുന്ന ഡോക്ടറാണ്. അദ്ദേഹം ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്ന വിഷയം ക്യാൻസർ ചികിത്സയിൽ പ്രാഥമികമായി പാലിക്കേണ്ട കാര്യങ്ങൾ ഹോമിയോപ്പതി എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നല്ലൊരു വിഷയമാണ്, എല്ലാവർക്കും വളരെ പ്രയോജനം ചെയ്യുന്ന വിഷയമാണ്. ക്യാൻസറിന്റെ പല ഘട്ടങ്ങൾ അദ്ദേഹം ഇതിനകം നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. ഇന്നും നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ആരംഭിക്കും. നന്ദി. ഡോക്ടർ സജിമോൻ എത്തിയിട്ടുണ്ടോ? വീഡിയോ ഓണായി. ഓക്കെ. സ്ലൈഡ് പ്രസന്റേഷൻ വല്ലതും ഉണ്ടോ ഡോക്ടറെ? ഡോക്ടർ ഇപ്പൊ കോഹോസ്റ്റ് ആക്കാം. സംസാരിക്കാം, കുഴപ്പമില്ല. അല്ല, അൺമ്യൂട്ട് ചെയ്യണമെങ്കിൽ ചിലപ്പോ. ഓക്കെ, ഡോക്ടർ കോഹോസ്റ്റ് ആണ്. ക്ലാസ് തുടങ്ങാൻ ഡോക്ടറെ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് ഡോക്ടറെ സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് തുടങ്ങും. എല്ലാവർക്കും നമസ്കാരം. ക്യാൻസറിന്റെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളില് മൂന്നാമത്തെ ക്ലാസ് ആണ്. നേരത്തെ തൂജ, സോറിനം, ടാറന്റുല ക്യൂബൻസിസ് എന്നീ ക്ലാസ്സുകളാണ് നടന്നത്. എന്നാൽ ഇന്ന് നമുക്ക് ക്യാൻസർ ചികിത്സയിൽ വളരെ അധികം പ്രാധാന്യമുള്ള മറ്റൊരു മരുന്നാണ് ലാപ്പിസാൽബ്. ലാപ്പിസാൽബ് നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് വളരെ സുപരിചിതമാണ്. എന്നാൽ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഓൺകോളജിയിലെ സാധ്യതയെപ്പറ്റി ഒരു അപഗ്രഥനമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓസ്കാറി ബോറിക് മെറ്റീരിയ മെഡിക്ക, അല്ലെ നമ്മളെല്ലാവരും പറയുന്ന ബോറിക് മെറ്റീരിയ മെഡിക്കയില് സാധാരണ ഹോമിയോ ഡോക്ടർമാർക്ക് സുപരിചിതമായ ഏറ്റവും കൂടുതൽ ഫലപ്രാപ്തിയോടുകൂടി കൈകാര്യം ചെയ്യുന്ന മെറ്റീരിയ മെഡിക്കയിൽ ഒന്നാണ് ബോറിക് മെറ്റീരിയ മെഡിക്ക. ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലാപ്പിസാൽബയെ പറ്റി പറയുമ്പോൾ സിലിക്കോ ഫ്ലൂറൈഡ് ഓഫ് കാൽസ്യം, ഈ കെമിക്കൽ അനലോഗ് വഴി സുപരിചിതമാക്കിയ ഏറ്റവും വലിയ ഒരു ഫലവത്തായ കണ്ടുപിടുത്തമായിരുന്നു ഹോമിയോപ്പതിയിലെ ലാപ്പിസാൽബയുടെ ആവിർഭാവം എന്ന് നമ്മൾ ഈ അപഗ്രഥനത്തെ കൂടെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. അത്രയധികം വളരെയധികം ആഴത്തിൽ ചിന്തിച്ച് ഏറ്റവും ഒരു ഇംഗ്ലീഷ് മരുന്ന് കണ്ടുപിടിക്കുന്നതിൽ ഒക്കെ അതീതമായിട്ട് തന്നെ ലാപ്പിസാൽബയുടെ കണ്ടുപിടുത്തം വളരെ മഹത്തായ ഒരു കാര്യമായിരുന്നു എന്ന് നമുക്ക് ഇതിൽ കൂടെ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നതാണ്. ബോറിക് മെറ്റീരിയ മെഡിക്കാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് കൂടുതൽ ഒരു ഓൺകോളജിക്കൽ കേസസിന് കൈകാര്യം ചെയ്യാവുന്ന അത്രയും ഫലവത്തായ ഒരു മരുന്നാണ് ലാപ്പിസാൽബ്. അടങ്ങിയിരിക്കുന്ന സിംറ്റമറ്റോളജി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ ഒരു മോളിക്കുലാർ ലെവലിലുള്ള ഡിസ്കഷൻ എന്ന് പറയുന്നത് സിലിക്കോ ഫ്ലൂറൈഡ് ഓഫ് കാൽസ്യം എന്നാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു.
ഇതിന്റെ പല തട്ടുകളിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യം നമ്മൾ ഈ ബോറിക് മെറ്റീരിയ മെഡിക്കായി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പ്രീ അൾസറേഷൻ സ്റ്റേജ് ഓഫ് കാർസിനോമ എന്നതാണ്. പ്രീ അൾസറേഷൻ സ്റ്റേജ് ഓഫ് കാർസിനോമ ലാപ്പിസ് ആൽബയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പതോളജിക്കൽ സിംറ്റം ആണ്. കൂടുതലും ഓറൽ ക്യാവിറ്റിയിൽ വരുന്ന എറിത്രോപ്ലാക്കിയ ആൻഡ് ലൂക്കോപ്ലാക്കിയയ്ക്ക് വളരെയധികം ഫലവത്തായ ഒരു മരുന്നാണ് ലാപ്പിസ് ആൽബ്. പലപ്പോഴും ബയോപ്സിയില് പ്രത്യേകിച്ച് ക്യാൻസർ കേസിൽ ഓറൽ ക്യാൻസറിന് ബയോപ്സി റിവീൽസ് ചെയ്യുമ്പോൾ പതോളജിക്കൽ സിംറ്റംസിൽ ഇൻവേസീവ് സ്ക്വാമസ് സെൽ കാർസിനോമ ടൈപ്പ് ഉള്ള ക്യാൻസറിനാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപകരിക്കുന്നത് എന്ന് പറയാം. പലപ്പോഴും എർത്രോപ്ലാക്യ എന്ന് പറയുന്നത് നമ്മള് എല്ലാ ഡോക്ടർമാർക്കും അതിനെപ്പറ്റി കൃത്യമായിട്ട് തന്നെ അറിയാൻ സാധിക്കും. ഒരു റെഡ് പാച്ചസ് അതിലേക്ക് പോകുന്ന ടങ്ങിലാണേലും ഇന്നർ ചീക്കിലേക്കാണേലും സോഫ്റ്റ് പാലേറ്റിലാണേലും മൗത്തിന്റെ ഫ്ലോറിലാണേലും റെഡ് പാച്ചസ് ആണ്. അതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് എർത്രോപ്ലാക്കിയയ്ക്ക് വെൽവെറ്റി ആയിരിക്കും, ബ്ലീഡ് ഈസി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുപോലെ ബേണിങ് സെൻസേഷൻ ഉണ്ടാകും. അതുപോലെ സ്ട്രോങ്ലി ലിങ്ക്ഡ് വിത്ത് ഹാബിറ്റ്സ്, എക്സാമ്പിൾ ടുബാക്കോ, ആൽക്കഹോള് ആൻഡ് ഇറിറ്റൻസ്. ദാറ്റ് ലീഡ്സ് ടു ഹൈ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ക്യാൻസർ. ക്യാൻസറിന്റെ ട്രിഗേഴ്സ് അല്ലെങ്കിൽ അതിനുള്ള കാരണക്കാരായ എല്ലാത്തിലുള്ള ഒരു അതിലേക്കൊക്കെ അവസാനം ചെന്ന എർത്രോപ്ലാക്കിയയിലായിരിക്കും തുടക്കം വരും. അത് കൂടുതലും ഹിസ്റ്റോളജിക്കൽ ലെവലില് എപ്പിത്തീലിയ അട്രോപ്പി ആൻഡ് എറ്റിപ്പിയ എന്നീ ലെവലിലുള്ള ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും നമ്മൾ ഹിസ്റ്റോപതോളജിയിൽ വരുന്നത്. ഈ എർത്രോപ്ലാക്കിയയ്ക്ക് ഏറ്റവും ഫലവത്തായ കൈക്കണ്ട ഏറ്റവും വലിയൊരു മരുന്നാണ് ലാപ്പിസ് ആൽബ്. അതുപോലെ തന്നെ ഓറൽ ക്യാവിറ്റി വരുന്ന ലൂക്കോപ്ലാക്കിയ. ലൂക്കോപ്ലാക്കിയ എന്ന് പറഞ്ഞാൽ എർത്രോപ്ലാക്കിയന് വിഭിന്നമായിട്ട് തന്നെ തിക്ക് വൈറ്റ് ആൻഡ് ഗ്രേയിഷ് പാച്ചസ് ആയിരിക്കും ഓറൽ ക്യാവിറ്റി വരുന്നത്. അത് പലപ്പോഴും ഗമ്മിലായിരിക്കും, ടങ്ങിലായിരിക്കും, ഇൻസൈഡ് ചീക്കിലായിരിക്കും, അല്ലെങ്കിൽ ഫ്ലോർ ഓഫ് മൗത്ത്. അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ ഒരു പ്രത്യേക അതും ഈ പറഞ്ഞതുപോലെ തന്നെ ട്രിഗേഴ്സ് ആണ് ഇതിന് കാരണക്കാരാകുന്നത്. അതിൽ നിന്ന് കാരണം വന്നിട്ടാണ് ഈ പ്രത്യേകമായ ഈ സിംറ്റം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കൃത്യതയോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ എർത്രോപ്ലാക്കിയ, ലൂക്കോപ്ലാക്കിയ ഒരു ഇൻവേസീവ് ലെവലില് ആയിരിക്കും ഇത് അറിയപ്പെടുന്നത്. ഇൻവേസീവ് ശരിക്കും പറഞ്ഞാൽ ഇൻവേസീവ് മീൻസ് എന്ന് പറഞ്ഞാൽ ബ്രോക്കൺ ത്രൂ ദ സ്കിൻ സർഫസ് ആയിരിക്കും. അത് ഡെർമിസിലോട്ട് ബ്രോക്കൺ വന്നിട്ട് അത് ത്രൂ ദ സ്കിൻ സർഫസിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്ന ലെവലിലുള്ള ക്യാൻസറിനെ ആയിരിക്കും ഇൻവേസീവ് ടൈപ്പ് വരുന്നത്. ഇത് പലപ്പോഴും ഓറൽ ക്യാൻസർ സ്ക്വാമസ് സെൽ കാർസിനോമ വെറൈറ്റിയിലായിരിക്കും ലാപ്പിസ് ആൽബയിലേക്ക് വിരൽ ചൂണ്ടുന്ന സിംറ്റംസ് വരുന്നത്. അത് പലപ്പോഴും അലോപ്പതി ലെവല് OCSCC എന്ന് പറയുന്ന ഓറൽ ക്യാവിറ്റി സ്ക്വാമസ് സെൽ കാർസിനോമ എന്ന് പറയുന്ന ഫുൾ ഫോമിൽ വരുന്ന ടൈപ്പ് ഓഫ് ക്യാൻസർ ഏറ്റവും ഫലവത്തായ ഏറ്റവും അഡ്വൈസ്ഡ് ആയിട്ടുള്ള മരുന്നുകളിലൊന്നാണ് ലാപ്പിസ് ആൽബ്. മറ്റൊന്ന് പറയുന്നത് മെർസോൾ ആയിരിക്കും. അതുപോലെ സെംബർവൈം ടെങ്ടോറം. ഈ മരുന്നുകളിലേക്ക് കമ്പാരിസൺ വരുമ്പോൾ ഏറ്റവും കൂടുതൽ റാങ്ക് വരുന്നത് ലാപ്പിസ് ആൽബിനായിരിക്കും. അപ്പോൾ ഓറൽ ക്യാവിറ്റി സ്ക്വാമസ് സെൽ കാർസിനോമയ്ക്ക് ഏറ്റവും ഫലവത്തായ മരുന്നുകളിലൊന്നാണ് ലാപ്പിസ് ആൽബ്. അത് പലപ്പോഴും ഒറ്റ വാക്കി പറഞ്ഞ ഹെഡ് ആൻഡ് നെക്കിൽ ഏറ്റവും കൂടുതൽ ആക്ഷനുള്ള മരുന്നുകളിലൊന്നാണ് ലാപ്പിസ് ആൽബ്. അതുപോലെ തന്നെ ഈ പ്രീ അൾസറേഷൻ, അത് പ്രീ ക്യാൻസറസ് കണ്ടീഷനിലേക്കാണ് നമ്മൾ പ്രീ അൾസറേഷൻ സ്റ്റേജ് ഓഫ് കാർസിനോമ എന്ന ലെവലിലേക്ക് ഈ ആദ്യത്തെ ഇന്റർപ്രിട്ടേഷൻ വരുന്നതിൽ രണ്ടാമതായിട്ട് നമ്മൾ കണ്ടുവരുന്നത്
ഈസ പലപ്പോഴും വരുന്ന ഇന്റേണൽ ഓർഗൻസിൽ ബാരറ്റ്സ് എപ്പിത്തീലിയൽ ആക്ഷൻ വരുന്ന ഡ്രഗുകളിൽ ഒന്നാണ് ലാപ്പിസാൽവ്. പ്രത്യേകിച്ച് ബാരറ്റ്സ് എപ്പിത്തീലിയം കൂടുതലും വരുന്ന ഈസോഫാഗസിലാണ്. വാട്ട് ഈസ് ബാരറ്റ്സ് എപ്പിത്തീലിയം? അബ്നോർമൽ ചേഞ്ച് in the cells lining in the lower esophagus from the normal squamous cells, replace the intestinal type of cell side. Intestinal ലെവലിലുള്ള സെൽസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. സാധാരണ കണ്ടുവരുന്ന സ്കാമസ് സെൽസിനെ റീപ്ലേസ് ചെയ്യുകയും അത് ആ അബ്നോർമൽ ചേഞ്ചസിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയ്ക്കാണ് ബാരറ്റ്സ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. പലപ്പോഴും പാതോളജിക്കലായിട്ട് ബാരറ്റ്സ് ഈസോഫാഗസ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പാതോളജിക്കൽ ചേഞ്ചസ് കണ്ടുവരുന്നുണ്ട്. അത് പലപ്പോഴും ഇതിന്റെ ഒരു ട്രിഗർ എന്ന് പറയുന്നത് ബാരറ്റ്സ് എപ്പിത്തീലിയത്തിന്റെ ട്രിഗർ അല്ലെങ്കിൽ കോസറ്റീവ് കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും GERD, ഗ്യാസ്ട്രോ ഈസോഫാഗസ് റിഫ്ലക്സ് ഡിസീസ്, സ്മോക്കിംഗ് കൂടുതലുള്ളവർക്ക്, ഒബേസിറ്റി ഉള്ളവർ. പലപ്പോഴും എൻഡോസ്കോപ്പിക്കൽ റിസെക്ഷൻ ആണ് അലോപ്പതിയിലെ ഇതിനൊരു പ്രിവെൻഷൻ ആയിട്ട് അവർ ചെയ്യുന്നത്. പിന്നെ റിമൂവ്ഡ് ഈ പറയുന്ന ഈ സെൽസിനെ റിമൂവ് ചെയ്ത് കളയുക എന്നുള്ള ഒരു പ്രക്രിയയാണ് എൻഡോസ്കോപ്പിക്കൽ റിസെക്ഷനിൽ കൂടെ അത് ചെയ്യുന്നത്. ഈ ബാരറ്റ്സ് എപ്പിത്തീലിയം ചേഞ്ചസിന് ഏറ്റവും ഫലവത്തായ മരുന്നുകളിലൊന്നാണ് ലാപ്പിസാൽവ്. അതുപോലെ തന്നെ സ്കിന്നിൽ പ്രീ അൾസറേഷൻ സ്റ്റേജസ് ഓഫ് ഇതിന്റെ ഒരു ക്യാരക്ടറിൽ സ്കിന്നിൽ വരുന്ന ആക്ടിനിക് കെരാട്ടോസിസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ്. അത് കോമൺലി സ്കിന്നിൽ വരുന്ന റഫ് സ്കെയിലി സ്കിൻ ആയിരിക്കും. പാച്ചസ് ലോങ് ടേം അൾട്രാവയലറ്റ് റേസിൽ അതിന്റെ സൺ എക്സ്പോഷറിൽ കൊണ്ടുവരുന്ന സ്കിന്ന് റഫാകുകയും സ്കെയിലി സ്കിൻ പാച്ചസ് ആയിട്ട് മാറുകയും ചെയ്യുന്ന ഒരു കാലപ്പഴക്കത്തോളം കൂടുതൽ പഴക്കം ചെന്ന അൾട്രാവയലറ്റ് റേസ് ഏക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം അവസ്ഥയാണ് ആക്ടിനിക് കെരാട്ടോസിസ്. ഇതിന് കൂടുതലും ലാപ്പിസാൽവ് ഫലപ്രദമായിട്ട് കണ്ടുവരുന്നുണ്ട്. ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ഡിസോർഡേഴ്സിൽ വരുന്ന ഹിസ്റ്റോപതോളജിക്കൽ ചേഞ്ചസിൽ ഏറ്റവും കൂടുതൽ എയർലി ഗ്യാസ്ട്രിക് ആൻഡ് കോളൻ അഡിനോകാർസിനോമ ലെവലിലാണ് ലാപ്പിസാൽവ് നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ എൻഡോസ്കോപ്പിയിൽ കൂടുതലും നമുക്ക് മുന്നിൽ കിട്ടുന്ന റിവ്യൂസ് ഫ്ലാറ്റ് ഓർ സ്ലൈറ്റ്ലി എലിവേറ്റഡ് ലീഷൻസ് വിത്തൗട്ട് അൾസറേഷൻസ്. എൻഡോസ്കോപ്പിക്കൽ ലെവലിൽ വരുന്ന റിസൾട്ടുകളിൽ കോളൻ ആണേലും ഗ്യാസ്ട്രിക് വോൾസിലാണേലും റിവീൽസ് ചെയ്യുന്ന ഫ്ലാറ്റ് ഓർ സ്ലൈറ്റ്ലി എലിവേറ്റഡ് lesion in the walls of the gut or esophagus or small intestine or large intestine. ഇതിനെല്ലാം നമുക്ക് പ്രത്യേകതരമായിട്ട് തന്നെ ലാപ്പിസാൽവിനെ നമുക്ക് അത് കൂടുതൽ ഫലവത്തായി കാണാവുന്ന ഒരു പിന്നെ സിഗ്നിഫിക്കൻ്റ് ലെവലാണ് ഈ പറഞ്ഞതെല്ലാം. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രീ അൾസറേഷൻ സ്റ്റേജസ് ഓഫ് കാർസിനോമ. അടുത്ത ബോറിക് എക്സ്പ്ലനേഷനിൽ ഇന്റർപ്രിട്ടേഷൻ ചെയ്യുന്ന കാർസിനോജനിക് സ്റ്റേജസിന് ഇത് ഫലവത്താകുക എന്നുള്ളതാണ് ബോറിക് മെറ്റീരിയ മെഡിക്കയിലെ ഒരു ഓൺകോളജിക്കൽ ലെവലിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റിയ ഒരു തീം. വാട്ട് ഈസ് കാർസിനോജനിക് സ്റ്റേജസ്? അപ്പോൾ കാർസിനോജൻ സ്റ്റേജ് കൂടുതലും നമുക്ക് കാർസിനോജൻ എന്നാണെന്നറിയാം, എന്താണെന്നറിയാം, അതുപോലെ തന്നെ പല കാര്യങ്ങളും എല്ലാ ഡോക്ടേഴ്സിനും അറിയാവുന്ന കാര്യങ്ങളാണ്. അത് കൂടുതലും ബ്രസ്റ്റിലും സ്റ്റൊമക്കിലും യൂട്രസിലും കണ്ടുവരുന്ന കാർസിനോജനിക് സ്റ്റേജസിലാണ് ഇൻഡിക്കേറ്റഡ് ആകുന്ന ലാപ്പിസാൽവ്. അപ്പൊ പല സ്റ്റേജസ് ഉണ്ട് കാർസിനോജനിക് സ്റ്റേജസിൽ. ഏകദേശം 4 സ്റ്റേജസോളം പ്രധാനമായിട്ട്
ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഒന്ന് ട്യൂമർ ഇനിഷിയേഷൻ, ട്യൂമറിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു ശരീരം. അത് കൂടുതലും വരുന്ന എക്സ്പോഷ്യേഴ്സ് ആണ്, ട്രിഗേഴ്സ് ആയിരിക്കും. കാർസിനോജൻസ് കൊണ്ട് ഒരു പെർമനന്റ് ഇറിവേഴ്സബിൾ സെൽസ് വരുന്ന മാറ്റങ്ങള്, ജനറ്റിക് മ്യൂട്ടേഷൻസ്, പിന്നെ സെൽസിലുണ്ടായ ജനറ്റിക് മ്യൂട്ടേഷൻസും DNA ലെവലിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഇതൊക്കെയാണ് കാർസിനോജൻസ് എന്ന് പറയുന്നത്. ഈ കാർസിനോജൻസിന്റെ ഇനിഷ്യേഷനിലെ ട്യൂമറിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന പ്രക്രിയയും, അതുപോലെ പിന്നെ ട്യൂമർ പ്രൊമോഷൻസ്, ആ ഇനിഷ്യേഷൻ ചെയ്യുന്ന ലെവലിൽ നിന്ന് ട്യൂമർ പ്രൊമോട്ട് ചെയ്യുന്ന, ട്യൂമർ ഉണ്ടാകാൻ പ്രൊമോട്ട് ചെയ്യാനുള്ള ശരീരത്തിന്റെ വ്യഗ്രത, അതുപോലെ തന്നെ ആ ട്യൂമർ ബിനയിൽ നിന്ന് മാലിഗ്നന്റ് കൺവേർഷനിലേക്ക് പോവുക, ഈ ലെവലിലൊക്കെ. അതുപോലെ ട്യൂമർ പ്രോഗ്രഷൻ, ഇത്രയും സ്റ്റേജസിനെ കവർ ചെയ്യുന്ന ഒരു മരുന്നാണ് ലാപ്പിസാൽവ. പലപ്പോഴും പ്രാക്ടിക്കൽ ലെവലില് ഓൺകോളജിയില് ഒരു പ്രിവെന്റീവ് ഓൺകോളജിയിൽ വരുന്ന മരുന്നാണ് ലാപ്പിസാൽവ. പലപ്പോഴും ഒരു പ്രീ ക്യാൻസറസ് കണ്ടീഷൻസില് ലാപ്പിസാൽവ കൊടുക്കുമ്പോൾ പ്രീമാലിഗ്നന്റ് ലെവലിലും ആ കൺവേർഷൻ ലെവലും ഇനിസിയേഷൻ ലെവലിലും ആ പ്രോഗ്രസ് ലെവലിലും ഒക്കെ മതിയായ തന്മാത്രയില് ലാപ്പിസാൽവ കൊടുത്താൽ ഒട്ടനവധി പ്രയോജനങ്ങള് രോഗിക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നുമില്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതാണ് അതിൻ്റെ സ്റ്റേജസ്. അത് ബ്രസ്റ്റിലാണെങ്കിൽ ലാപ്പിസാൽവ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു അഡിനോകാർസിനോമ ലെവലിലായിരിക്കും. കൂടുതലും നമുക്കറിയാം അഡിനോകാർസിനോമ ബ്രസ്റ്റ് കൂടുതലും മിൽക്ക് ഡക്റ്റിലും ലൊബ്യൂൾസിലും ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ കാർസിനോമ ഇൻസിറ്റ്യൂ അലോപ്പതി ലെവൽ DCIS എന്നാണ് അതിന്റെ ആ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഡക്ടൽ കാർസിനോമ ഇൻസിറ്റ്യൂ എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതുപോലെ പ്രീ ക്യാൻസറസ് ഗ്രോത്ത് ഓഫ് എറ്റിപ്പിക്കൽ സെൽസ് ഇൻ ദ മെമ്മറി ഗ്ലാൻഡ് എന്നായിരിക്കും പലപ്പോഴും ബയോപ്സിയിലൊക്കെ നമുക്ക് അതിന്റെ റിവീൽസ് കിട്ടുന്നത്. അതുപോലെ ഇൻവേസീവ് ഡക്ടൽ കാർസിനോമ IDC എന്ന് പറയും. അതുപോലെ ഇൻവേസീവ് ലോബുലാർ ക്യാൻസർ ILC എന്ന് പറയുന്ന ഈ സ്റ്റേജിലെല്ലാം ലാപ്പിസാൽവ കൃത്യമായിട്ട് തന്നെ നൽകി വരുന്നതാണ്. വളരെയധികം ഡോക്ടേഴ്സ് സ്പെസിഫിക് ആയിട്ട് തന്നെ ഈ കണ്ടീഷൻസിലൊക്കെ ലാപ്പിസാൽവ നൽകുന്നതാണ്. സ്റ്റൊമക്കിൽ വന്നാല് ജനറ്റിക് ചേഞ്ചസിൽ സ്റ്റൊമക് ലൈനിങ്ങിൽ വരുന്ന വ്യത്യാസം, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ട്രിഗർ ഫാക്ടേഴ്സ് ആണ്. അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സ്റ്റൊമക്കിന്റെ ട്രിഗേഴ്സ് എന്ന ഗ്യാസ്ട്രോഇസോഫാഗസ് റിഫ്ലക്സ് ഡിസീസ് നമുക്കിന്ന് സർവ്വസാധാരണമായ രോഗികൾ കണ്ടുവരുന്നതാണ്. അതിന് പ്രത്യേകിച്ച് ആ റിസ്ക് ഫാക്ടർ ഹെലിക്കോബാക്ടർ പൈലോറി. അപ്പോൾ ഹെലിക്കോബാക്ടർ പൈലോറി കണ്ടുപിടിക്കപ്പെട്ടാൽ ഒരു വളരെയധികം ഭവിഷ്യത്തിലേക്ക് പോകാതെ തന്നെ ആ വ്യക്തിക്ക് നൽകാവുന്ന ഏറ്റവും നല്ല മരുന്നാണ് ലാപ്പിസാൽവ. കാരണം അത് അതിൻ്റെ ഒരു പ്രിവെന്റീവ് ആസ്പെക്ട് വളരെയധികം അതിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നേരത്തെ ആ സ്റ്റേജസിനെ എല്ലാം കവർ ചെയ്യുന്നു. ഗ്രോത്ത് ഇനിസിയേഷൻ, പ്രോഗ്രഷൻ, അതുപോലെ അതിനെ കൺവേർഷൻ ചെയ്യുന്നതിനൊക്കെ തടയാൻ ലാപ്പിസാൽവയ്ക്ക് കഴിവുണ്ട്. കാരണം ഒരു കെമിക്കൽ അനലോഗ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു മരുന്ന്, ഒരു വെജിറ്റബിൾ കിണ്ടത്തിന് എടുക്കുന്ന അല്ലാത്തതുകൊണ്ട് ഒരു കെമിക്കൽ അനലോഗ് ആയിട്ട് തന്നെ ലാപ്പിസാൽവ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആക്ഷൻ വളരെയധികം ഗുഡായിരിക്കും. അതുപോലെ ഹൈ സോൾട്ട് സ്മോക്ഡ് ഫുഡുകൾ, അതുപോലെ നോൺ വെജസ് കൂടുതൽ കഴിക്കുന്നവർക്ക്, സ്മോക്കിങ്, അതുപോലെ ഒബേസിറ്റി, ഹെവി ആൽക്കഹോളിസം ഉള്ളവർക്ക്, കൂടാതെ തന്നെ എപ്സ്റ്റീൻ ബാർ വൈറസിന്റെ ആക്ടിവേഷൻ ഉള്ളവർക്ക്, ഇതൊക്കെയാണ് കൂടുതലും സ്റ്റൊമക് ക്യാൻസറിലേക്ക് വഴിതെളിക്കുന്ന കാര്യം. ഇതിനെല്ലാം ഒരു പരിധിവരെ തൂജയ്ക്ക് ശേഷം ഏറ്റവും നല്ല ഫലവത്തായിട്ട് കണ്ടുവരുന്ന ലാപ്പിസാൽവ തന്നെയാണ്.
യൂട്രിൻ വോൾസിൽ നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഈസ്ട്രോജൻ ലെവലിനെ ഒരു പരിധി വരെ തടയാൻ ലാപ്പിസാൽവിന് കഴിവുണ്ടെന്നുള്ള പഠനങ്ങളിൽ കാണുന്നു. അതുപോലെ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി നൽകിയവർക്ക് അത് ഇൻക്രീസ് റിസ്ക് ആയിരിക്കും ക്യാൻസറിന്, അങ്ങനെയുള്ളവർക്ക് ഇത് കൊടുക്കും. കൂടുതൽ വലിയ ഒബേസിറ്റി ഉള്ളവർക്ക്, PCOD ഉള്ള മൾട്ടിപാരസ് ഹ്യൂമൻസിന്, അതുപോലെ പിന്നെ നേരത്തെ തന്നെ ഹിസ്റ്ററി ഉള്ള കോളൻ ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ എന്നിവയ്ക്ക് ഹിസ്റ്ററി ഉള്ളതിന് ശേഷം റിക്കറന്റ് ആയിട്ട് പിന്നെ വീണ്ടും അടുത്ത സ്റ്റേജിലേക്ക് വരുന്ന യൂട്രിൻ ക്യാൻസർ എന്നിവയ്ക്കും ലാപ്പിസാൽവ വളരെയധികം നിർദ്ദേശിക്കപ്പെടാറുണ്ട്. അത് കൂടുതലും ട്രാൻസ്ഫോർമേഷനെ, ക്യാൻസർ സെല്ലിനെ മറ്റു തലങ്ങളിലേക്ക് ട്രാൻസ്ഫോർമേഷനെ തടയാനുള്ള ഏറ്റവും വലിയ ഒരു പിന്നെ സ്റ്റേജസിനെ കൈകാര്യം ചെയ്യുന്ന മരുന്നാണ് ലാപ്പിസാൽവ. കൂടുതൽ അതിൻ്റെ ഒരു ഹിസ്റ്റോളജിക്കൽ ലെവലിൽ പിന്നെ എൻഡോസ്കോപ്പിക്കലാണേലും സിഗ്മോയിഡോസ്കോപ്പിക്കലാണേലും ഈ ലാപ്പിസാൽവ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പലപ്പോഴും ഹിസ്റ്റോളജിക്കൽ ലെവലിൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ സെല്ലുലാർ എറ്റിപ്പിയ, ആ നോർമൽ പിന്നെ സെൽസിന്റെ നോർമൽ മെച്ചുറേഷനെ ലോസ് ചെയ്യുന്ന സ്റ്റേജിലും, ആ ഡിസോർഗനൈസ്ഡ് ആർക്കിടെക്ചർ, ആ സെൽസ് വരുന്ന ഡിസോർഗനൈസ്ഡ് ആർക്കിടെക്ചറിലും ക്രൗഡഡ് ഇറഗുലർ ഗ്ലാൻസ് ഓർ നെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ചില ഹിസ്റ്റോപതോളജിയിൽ. ഇതെല്ലാം ലാപ്പിസാൽവിന് കൃത്യമായിട്ട് തന്നെ റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ ഹൈപ്പർക്രൊമേഷ്യ, ഒരു അതിന്റെ ഫ്രീക്വന്റ് മൈറ്റോസിസിനെ കൂടുതൽ തടയുന്നതിന് ഏറ്റവും കൂടുതൽ. അതുപോലെ ബേസിക്കലി ബേസ്മെന്റ് മെമ്പർ, സെൽസിന്റെ ബേസ് മെമ്പറിനെ ഇൻടാക്ട് ചെയ്യുന്ന, പ്രത്യേകിച്ച് അത് ആ സ്റ്റേജ് വരുന്ന കാർസിനോമ ഇൻ സിറ്റുവിലായിരിക്കും. ഈ ലെവലിലൊക്കെ കൃത്യമായിട്ട് തന്നെ ലാപ്പിസാൽവ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അടുത്ത ഒരു ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ലാപ്പിസാൽവിന്റെ ഒരു കൃത്യമായ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അഫെക്ഷൻ കണക്റ്റീവ് ടിഷ്യൂ എറൗണ്ട് ദി ഗ്ലാൻഡ് എന്നാണ് കൃത്യമായിട്ട് തന്നെ ബോറിക്ക് പറയുന്നത്. ആ കണക്റ്റീവ് ടിഷ്യൂവിനെ അഫക്റ്റ് ചെയ്യുന്ന എറൗണ്ട് ദ ഗ്ലാൻസിന്റെ അറൗണ്ട് വരുന്നത്. പലപ്പോഴും ടിഷ്യൂ സറൗണ്ടിങ്ങിൽ എപ്പിത്തീലിയൽ ഗ്ലാൻഡിലെ ചേഞ്ചസ് വരുത്തുന്ന, പ്രത്യേകിച്ച് പെരി ഗ്ലാൻഡുലർ സ്ക്ലീറോസിസ് ഒക്കെ ആ സ്റ്റേജ് വരുന്നുണ്ട്. അതുപോലെ കൊളാജൻ ഡിപ്പോസിറ്റ്സ് കൂടുതൽ വരുന്ന ഒരു സ്റ്റേജസാണ്. പ്രത്യേകിച്ച് അത് ക്യാൻസറിന് അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിലും പാൻക്രിയാറ്റൈറ്റിസിലും ഒക്കെ അത് കണ്ടുവരുന്നുണ്ട്. ഈ സ്റ്റേജിലൊക്കെ ലാപ്പിസാൽവ കൃത്യമായിട്ട് തന്നെ നമുക്ക് പിന്നെ ശ്രദ്ധയോടുകൂടി കൊടുക്കാൻ പറ്റുന്ന മരുന്നുകളിലൊന്നാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്ക്രോഫുലസ് റെമഡി. പലപ്പോഴും നമുക്ക് സ്ക്രോഫുലസ് എന്താണെന്ന് അറിയാം. ലിംഫഡിനൈറ്റിസ്, പ്രത്യേകിച്ച് റിയാക്റ്റീവ് ലിംഫഡിനൈറ്റിസ്, പ്രത്യേകിച്ച് ഓൺകോളജിയിലെ പ്രത്യേകിച്ച് പറയേണ്ട വൈറസും ബാക്ടീരിയ കൊണ്ട് വരുന്ന ലിംഫഡിനൈറ്റിസിന് ഏറ്റവും നല്ല മരുന്നാണ് ലാപ്പിസാൽവ്. അതുപോലെ ഹോട്ട്കിൻസ് ആൻഡ് നോൺ ഹോട്ട്കിൻസ് ലിംഫോമായ്ക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ലാപ്പിസാൽവിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ടോട്ടലി ഹെഡ് ആൻഡ് നെക്ക് അഫെക്ഷൻസ്, സെർവിക്കൽ ലിംഫഡിനൈറ്റിസ് ഇൻക്ലൂഡിങ് ക്ലാവിക്കുലാർ, സ്റ്റേർണൽ റീജിയൻ, ഓറിക്കുലാർ, പ്രീ ഓറിക്കുലാർ, ഈ ലെവലിലേക്കൊക്കെ ലിംഫഡിനൈറ്റിസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ലെവലിലേക്ക് നമുക്ക് ലാപ്പിസാൽവിനെ കൃത്യമായിട്ട് തന്നെ നമ്മൾ പിന്നെ കൺസിഡർ ചെയ്യേണ്ടതാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ സെർട്ടൻസ് അഡിനോകാർസിനോമ സ്റ്റേജസിലേക്ക് സ്പെസിഫൈ ചെയ്ത് പറയുന്ന ഒരു മരുന്നും കൂടാണ് ലാപ്പിസാൽവ്. നേരത്തെ തന്നെ ഞാൻ അഡിനോകാർസിനോമയെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. പ്രീ എസിസ്റ്റിംഗ് പോളിപ്പ്, പ്രത്യേകിച്ച് സ്റ്റൊമക്ക് ഗ്യാസ്ട്രിക് ലെവലില് പിന്നെ പ്രീ എസിസ്റ്റിംഗ് പോളിപ്പിൽ നിന്ന് കൺവേർട്ട് ചെയ്യുന്ന അഡിനോകാർസിനോമയ്ക്ക് ഏറ്റവും ഫലവത്താണ് ലാപ്പിസാൽവ്. പിന്നെ സ്ക്വാമസ് സെൽ കാർസിനോമയിൽ ഈസോഫാഗസ്, അതുപോലെ തന്നെ ഓറൽ ക്യാവിറ്റി ഓറോഫാരിൻസില്,
സ്കിന്നില്, സെർവിക്സില്, സ്കിന്നിലെ ബേസൽ സെൽ കാർസിനോമ എന്നിവയെല്ലാം കൃത്യമായിട്ട് തന്നെ ഇതിന്റെ റോൾ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ അടുത്ത ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് സാർക്കോമെറ്റസ് ചേഞ്ചസിന് ലാപ്പിസ് ആൽബ കൃത്യമായിട്ട് തന്നെ ബോറിക്ക് വിവരിക്കുന്നു. അത് പലപ്പോഴും കണക്റ്റീവ് ടിഷ്യൂവിൽ നിന്നാണ് സാർക്കോമ ഒറിജിനേറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ബോണ്, മസിൽസ്, ഫാറ്റ് ലെവൽസ്, കാർട്ടിലേജസ് ആൻഡ് ബ്ലഡ് വെസൽസ്. എന്നാൽ ബോൺ സാർക്കോമ വളരെയധികം ഡിഫിക്കൽട്ടാണ് നമുക്കത് കൈകാര്യം ചെയ്യാൻ. പലപ്പോഴും അത് ഡയഗ്നോസ് ചെയ്യുന്നത് ലേറ്റ് ആയിട്ടായിരിക്കും. അതിൻ്റെ മെറ്റാസ്റ്റസിനെ ഒന്നും നമുക്ക് കൺട്രോൾ വരുത്താൻ സാധിക്കുകയില്ല. എന്നാലും അത് കൃത്യമായിട്ട് തന്നെ ഡിസ്ക്രൈബ് ചെയ്യും. സാർക്കോമയിൽ ലെവലിലേക്കൊക്കെ ലാപ്പിസ് ആൽബ ചിന്തിക്കേണ്ടതാണ് എന്നാണ് ബോറിക്ക് പ്രത്യേകമായിട്ട് പറയുന്നത്. പ്രത്യേകിച്ച് ബോൺ സാർക്കോമ, സോഫ്റ്റ് ടിഷ്യൂ സാർക്കോമായ, എക്സാമ്പിൾ ലിപ്പോസാർക്കോമ ആൻഡ് റാബ്ഡോസാർക്കോമ, ഈ ലെവലിലൊക്കെ ലാപ്പിസ് ആൽബ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സ്ക്രോഫിലസ് സഫിഷ്യൻ എന്ന് പറയുമ്പോൾ ലിംഫഡിനൈറ്റിസിൽ ലെവൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹെഡ് ആൻഡ് നെക്കിലാണ് അത് കൂടുതലും നമ്മൾ കൃത്യതയോടുകൂടി ഇത് വർക്ക് ചെയ്യുന്നത്. ഇതാണ് ലാപ്പിസ് ആൽബിന്റെ ഒരു പ്രത്യേക തരമായ പിന്നെ ഡിസ്കഷൻ വില്യം ബോറിക്ക് ഓസ്കാറി ബോറിക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നമ്മൾ ഒരു ഗ്ലാൻഡുലാർ ലെവലിലാണ് ഈ ക്ലാസ് പോകുന്നതെങ്കിലും പിന്നെ ഈ ലാപ്പിസ് ആൽബിന്റെ കൃത്യമായിട്ട് തന്നെ ഫോളോ അപ്പ് വരുമ്പോൾ ഇതിന്റെ കമ്പാരിസൺ ഡ്രഗ് എന്ന് പറയുന്നത് ഓൺകോളജിയിലെ സൈലീഷ്യ, ബാഡിയാഗ, കൽക്കേരിയ കാർബ്, കൊണിയം, കാലിയൈഡേഡ് ആൻഡ് അസ്റ്റേറിയ റൂബൻസ്, ഇത്രയാണ് കമ്പാരിറ്റീവ് ഡ്രഗ് ആയിട്ട് ഇതിന്റെ ഫോളോവലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ബാഡിയാഗയ്ക്ക് പ്രത്യേകത CA ബ്രസ്റ്റിന് ഏറ്റവും ഗുണകരമാണ്. പ്രത്യേകിച്ച് ഓവർ ആക്റ്റീവ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്, പിന്നെ ഓട്ടോ ഇമ്മ്യൂണിറ്റി ലെവലിൽ ഓവർ ആക്റ്റീവ് തൈറോയിഡ് ഗ്ലാൻഡില് അതിന് ബേസ്ഡ്യൂ ഡിസീസ് എന്ന് പറയും. അത് അതിനോടുകൂടി സിക്കലായിട്ട് വരുന്നത് പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിഞ്ഞ് തൈറോയിഡ് ഗ്ലാൻഡിലേക്ക് മെറ്റാസിസ് വരുന്നതിനും ബാഡിയാഗോ നല്ല മരുന്നാണ്. കാലിഹൈഡ്രോഡിക്കോ എന്ന് പറഞ്ഞാൽ കൂടുതലും ലാപ്പിസ് ആൽബുമായിട്ട് വരുന്ന ഗ്ലാൻഡുലർ സെല്ലിങ്ങിന് തന്നെയാണ് അനലോഗായിട്ട് പ്രവർത്തിക്കുന്നത്. പലപ്പോഴും അത് ഫൈബ്രസ് ആൻഡ് കണക്റ്റീവ് ടിഷ്യൂസിൽ ആയിരിക്കും കൂടുതൽ അതിനുള്ള ആക്ഷൻ വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഫൈബ്രസ് ആൻഡ് കണക്റ്റീവ് ടിഷ്യൂ പിന്നെ പ്രൊഡ്യൂസിങ് ആൻഡ് ഇൻഫിൽട്രേഷൻ ആണ്. അത് കൂടുതലും വരുന്ന ലങ്സിലായിരിക്കും. നമ്മൾ പ്രത്യേകിച്ച് പല ക്യാൻസർ കേസിലല്ലേലും ലങ് സ്കാർ ഒക്കെ ഉണ്ട്. നമ്മൾ മെഡിക്കൽ അൺഫിറ്റ്നസ് ഒക്കെ വരുന്ന കേസിലും കാലിഹൈഡ്രോഡിക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു മരുന്നാണ് ലങ് സ്കാറിങ്ങിന്. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസസ്, സിംറ്റോമാറ്റിക് ആയിട്ട് ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസിനും സ്ക്ലീറോഡർമയ്ക്കും ഒക്കെ കാലിഹൈഡ്രോഡിക്കും ലാപ്പിസ് ആൽബിന് ശേഷം കൊടുക്കുന്ന ഒരു മരുന്നായിട്ട് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ കാലിഹൈഡ്രോഡിക്കത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിഫ്യൂസ് സെൻസിറ്റീവ്നെസ് ഓഫ് ഗ്ലാൻഡ് ആയിരിക്കും. എല്ലാ പിന്നെ ഗ്ലാൻഡ് നൊഡ്യൂൾസ് റഫായിരിക്കും. റഫ് ആയിട്ടായിരിക്കും നൊഡ്യൂൾസ് കാണുന്നത്. അതിനാണ് സെൻസിറ്റീവ്നെസ് ആയിരിക്കും ഈ ഗ്ലാൻഡിന് കൂടുതൽ വരുന്നത്. പിന്നെ ഇതിനോടൊപ്പം ലാപ്പിസ് ആൽബിന്റെ വേറൊരു പിന്നെ കമ്പയർ ഡ്രഗ് എന്ന് പറയുന്നത് അസ്റ്റേറിയ റൂബിൻസ് ആയിരിക്കും. പ്രത്യേകിച്ച് ബ്രസ്റ്റ് ഇൻവോൾവ്മെന്റ്, സെർവിക്കൽ ലിംഫഡിനോപ്പതി, പിന്നെ ആക്സിലറി ലിംഫഡിനോപ്പതി, സ്റ്റേർണൽ ഗ്ലാൻഡ് എൻലാർജ്മെന്റ്, ഓറിക്കുലർ ആൻഡ് പ്രീ ഓറിക്കുലർ, ഇതിനെല്ലാം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മരുന്നാണ് അസ്റ്റേറിയ റൂബൻസ്.
ഇത്രയാണ് ലാപ്പിസാൽബുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ അകത്ത് ഡിസ്കഷനിൽ പറയാൻ ആഗ്രഹിക്കുന്ന മരുന്ന്. ഗ്ലാൻഡുലാർ റെമഡി ലാപ്പിസാൽബിക്ക് ശേഷം ഓൺകോളജി കേസിൽ ഏറ്റവും നല്ലപോലെ ഡിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന് സ്ക്രോഫിലേറിയ നൊഡോസ ആണ്. നേരത്തെ തന്നെ പറഞ്ഞതുപോലെ തന്നെ സ്ക്രോഫിലേറിയ നൊഡോസയുടെ പ്രത്യേകതകൾ നമ്മൾ സാധാരണ നമ്മുടെ പ്രാക്ടീസിൽ ഫൈബ്രോ അഡിനോമ ഓഫ് ബ്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്കാണ്. അത് കൂടുതൽ എല്ലാ ഫൈബ്രോ അഡിനോമയ്ക്കും സ്ക്രോഫിലേറിയ നൊഡോസ ഫലപ്രദമാണ്. ഹോട്ട്കിൻസ് ലിംഫോമയ്ക്കായിട്ട് അത് ഏറ്റവും കൂടുതൽ വരുന്നത്. പ്രത്യേകിച്ച് ഇതിന്റെ ഒരു എൻഡോക്രൈനോളജിക്കൽ ആക്ഷൻ എന്ന് പറയുന്ന സ്ക്രോഫിലേറിയ നൊഡോസയ്ക്ക് ഹൈപ്പർ പിറ്റ്യൂട്ടറിസിനും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഏറ്റവും കൂടുതൽ ആക്ഷൻ ഉള്ള മരുന്നാണ് സ്ക്രോഫിലേറിയ നൊഡോസ. ഹൈപ്പർ പിറ്റ്യൂട്ടറിസത്തിന് ഏറ്റവും നല്ല മരുന്നാണിത്. അതുപോലെ ഗ്ലാൻഡിലെ അൻലാർജ്മെന്റ് കൂടുതലും വരുന്നത് ബ്രസ്റ്റിലാണെങ്കിലും വിത്ത് ലിവർ ഡിസീസ്, അതുപോലെ ട്യൂമേഴ്സ് ഡിസോൾവ് ചെയ്യാൻ ഫൈബ്രോ അഡിനോമയിലൊക്കെ നമ്മൾ സ്ക്രോഫിലേറിയ നൊഡോസ കൊടുക്കുമ്പോൾ അത് ട്യൂമർ ഡിസോൾവ് ചെയ്യാനാണ് സഹായിക്കുന്നത്. അതുപോലെ തൈറോയിഡ് സിസ്റ്റിന് പ്രീ ക്യാൻസറസ് കണ്ടീഷനായിട്ട് സ്ക്രോഫിലേറിയ നൊഡോസ കൊടുക്കുന്നു. അതുപോലെ ലൂപ്പോയിഡ് അൾസറേഷൻ, എപ്പിത്തീലിയോമ, ഈ ലെവലിലേക്കൊക്കെ. അതുപോലെ ബ്രസ്റ്റിലെ സ്കിറസ് നൊഡോസിറ്റിക്ക് ഏറ്റവും നല്ല മരുന്നാണ് ഇത്. ഇത്രയാണ് അതിൻ്റെ ഒരു പതോളജിക്കൽ ഇൻഡിക്കേഷൻസ്. അതിപ്പം ഇതിൻ്റെ ഒരു മാർക്ക്ഡ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ സെൽസ് വരുന്ന അസ്ട്രോസൈറ്റ് സെൽ ലൈൻസിൽ ആക്ഷൻ ഉണ്ട്. പ്രത്യേകിച്ച് അറ്റ്ലീസ്റ്റ് ലിംഫഡിനോപ്പതിയും മറ്റ് എല്ലാ സംജാതമാകുന്ന ബ്രെയിൻ ട്യൂമറിന് വരെ ചിന്തിക്കാവുന്ന മരുന്നാണ് സ്ക്രോഫിലേറിയ നൊഡോസ. അതുപോലെ പെരിഫറൽ ബ്ലഡ് സ്മിയറിൽ ലിംഫോസൈറ്റ്സ് കൂടുന്ന അവസ്ഥയ്ക്ക് ഏറ്റവും നല്ല മരുന്ന് സ്ക്രോഫിലേറിയ നൊഡോസ കൊടുക്കുന്നു. എല്ലാ ലിംഫാറ്റിക് മെറ്റാസ്റ്റാസിസിനും ഇത് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഡോക്ടറെ, ടിഞ്ചർ ആണോ പൊട്ടൻസി ആണോ? അതെ, പൊട്ടൻസി 30th അവസ്ഥയാണ് ഈ പറയുന്നത്. ടിഞ്ചർ കൂടുതലും ഒരു ഫൈബ്രോ അഡിനോമ ലെവലിൽ മാത്രമേ കൊടുക്കാറുള്ളൂ. ബാക്കി എല്ലാം 30th. ലിംഫോമയാണെങ്കിലും ഹോട്ട്കിൻസ് ലിംഫോമ ആണെങ്കിലും ലോവർ പൊട്ടൻസി ആയിരിക്കും നല്ലത്. പിന്നെ സ്ക്രോഫിലേറിയ നൊഡോസയുടെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞ രീതിയിലേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മളെ സൈറ്റോമ എന്ന ലെവലിൽ നമ്മളത് മറക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇൻവേസീവ് ഡക്റ്റൽ കാർസിനോമ, ജനറൽ ഇൻവേസീവ് ഡക്റ്റൽ കാർസിനോമ, ഞാൻ അത് നേരത്തെ പറഞ്ഞ പോലെ ലിംഫോസൈറ്റോസിസിന് സ്പെസിഫിക് ആയിട്ട് കൊടുക്കുന്നു. പിന്നെ ഇതൊക്കെ നമ്മുടെ പ്രാക്ടീസിൽ ഏറ്റവും കൂടുതൽ അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സ്ക്രോഫിലേറിയ നൊഡോസയുടെ ഒരു പ്രത്യേകത, നമ്മൾ സാധാരണ പ്രാക്ടീസ് ലെവലിൽ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന മരുന്നുകളിലൊന്നാണ് സ്ക്രോഫിലേറിയ നൊഡോസ. അടുത്തതെന്ന് പറഞ്ഞാൽ വേറൊരു ഗ്ലാൻഡുലാർ റെമഡിയാണ് ലൊബീലിയ എറിനസ്. ലൊബീലിയ ഗ്രൂപ്പിൽ പെടുന്ന എറിനസ് ഗ്രൂപ്പിൽ വരുന്ന മരുന്നാണ്. ജോൺ ഹെൻറി ക്ലാവിൻ എന്ന് പറയുന്ന ഡോക്ടറാണ് ഇത് ഹോമിയോപ്പതിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. ലൊബീലിയ എറിനസ് പലപ്പോഴും ഇതൊരു ട്യൂമർ റെഡ്യൂസിങ് ഏജന്റ് ആണ്. ലൊബീലിയ എറിനസ് പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസറിലും അതുപോലെ സ്കിറസ് ക്യാൻസർ ടൈപ്പിലും ഏറ്റവും നല്ല ജനറൽ മരുന്നാണ് ലൊബീലിയ. ഏത് അവയവത്തിലാണേലും സ്കിറസ് ടൈപ്പിലും അതുപോലെ തന്നെ നൊഡുലാർ ലെവലിലും അത്യാവശ്യം ആക്സിലറി ടെൻഡർനെസ് വരുന്ന സ്റ്റേജിലും എല്ലാം ലൊബീലിയ എറിനസ് കൃത്യമായിട്ട് തന്നെ ഫലപ്രദമായിട്ട് വരുന്നു. ഇതൊരു ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് കൂടിയാണ്. പലപ്പോഴും പെയിൻഫുൾ ഇൻഫ്ലമേഷൻ ഓഫ് ദി സ്പോട്ട്
ആ ടെൻഡർനെസ് ഒക്കെ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ വരുന്ന സ്റ്റേജിൽ ലൊബേലിയാർനെസ് ഇത് കൂടുതലും പൊട്ടൻസിയേക്കാളിലും കൂടുതൽ ഉപയോഗിക്കുന്ന മദർ ടിഞ്ചർ തന്നെയാണ്. അപ്പോൾ പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊളോയിഡൽ ക്യാൻസറിന്റെ റാപ്പിഡ് ഡെവലപ്മെന്റ്സിനെ തടയാൻ നമുക്ക് സഹായിക്കുന്നു. പ്രത്യേകിച്ച് കൊളോയിഡ് ക്യാൻസർ കൂടുതലും വരുന്നു എന്ന് ലാർജ് ഇൻറ്റെസ്റ്റിനിലായിരിക്കും. അതുപോലെ തന്നെ എക്സ്ട്രീംലി കൂടുതൽ എക്സ്ട്രാ ഗ്രോത്ത് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഗ്രോത്ത് ഇൻഫ്ലെയിംഡ് ഗ്രോത്തിന്റെ പിന്നെ തടയലാണ് ഏറ്റവും കൂടുതൽ ഇതിനെ സഹായിക്കുന്ന ഈ സെൽസിനെതിരായിട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ഡ്രഗായിട്ടാണ് ലൊബീലിയാർനെസിനെ നമ്മൾ കരുതുന്നത്. ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ സ്കിറസ് ടൈപ്പില് അത് പലപ്പോഴും പെയിൻഫുൾ ഇൻവേസീവ് ഡക്ടൽ കാർസിനോമ എന്നായിരിക്കും. എവിടെയാണേലും ഏത് പാതോളജിക് കണ്ടീഷനിലാണേലും ഇത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ്. ഞാൻ നേരത്തെ പറഞ്ഞ ആക്സിലറി ടെൻഡർനെസ്സിന് കൊടുക്കാൻ പറ്റും. കൊളോയിഡ് ക്യാൻസർ കൂടുതലും വരുന്നത് ഇൻറ്റെസ്റ്റിനിലായിരിക്കും. അതിനെ കൂടുതൽ കൈകാര്യം ചെയ്യുവാനും അതിന് ഫലവത്തായിട്ടും ലൊബീലിയാർനെസ് കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ട് റിസൾട്ട് ഉള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈസോഫാഗൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ട്രിപ്പിൾ നെഗറ്റീവ് കാർസിനോമ. ഇത് ഹൈലി പിന്നെ ഏറ്റവും കൂടുതൽ അപകടകാരിയായ ബ്രസ്റ്റ് ക്യാൻസറിൽ ഒന്നാണ് ട്രിപ്പിൾ നെഗറ്റീവ് കാർസിനോമ. ഈ നെഗറ്റീവ് ഈസ്ട്രോജൻ ലെവൽസിനെയും HER2 ലെവലിനെയും ഒക്കെ നെഗറ്റീവ് ആയിട്ട് കിട്ടുമ്പോൾ അത് നമ്മുടെ ഏറ്റവും അപകടകാരിയും ഏറ്റവും കൂടുതൽ അത് മെരുങ്ങാത്തതുമായ ക്യാൻസറാണ്. ഇതിന് കൂടുതലും ലൊബീലിയാർനെസ് കൃത്യമായിട്ട് തന്നെ നൽകാറുണ്ട്. ഈസ്ട്രോജൻ പ്രോഗ്രഷനെ തടയാനും ഈസ്ട്രോജൻ റെസിപ്റ്റേഴ്സിനെ ഒക്കെ വകയിലിരുത്താനും ഒക്കെ ഇതിനൊരു കഴിവുണ്ട്. പിന്നെ വേറെ പിന്നെ ഗ്ലാൻഡുലാർ ഡ്രഗിൽ ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ തന്നെ പല ക്ലാസ്സിൽ പറഞ്ഞു എന്നാണ് ഞാൻ കരുതി. ബ്രെയിൻ ട്യൂമറിന്റെ ക്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ബ്രെയിൻ ട്യൂമറിൽ ഏറ്റവും കൂടുതൽ ഫലവത്തായിട്ട് പ്രയോഗിക്കാൻ പറ്റിയ ഒരു മരുന്നാണ് കറ്റേറിയ നെപ്പേറ്റ. കറ്റേറിയ നെപ്പേറ്റ പലപ്പോഴും നമ്മളൊരു കോളിക് റെമഡി ആയിട്ടാണ് ഹോമിയോപ്പതിയിൽ സ്പെസിഫൈ ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് തന്നെ നമ്മളിലേക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കിട്ടുന്നത്. എന്നാൽ അതിന്റെ അസ്ട്രോസൈറ്റോമ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ലെവലിലേക്ക് എല്ലാ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ക്യാൻസറിനും ഡിഫ്യൂസ് അസ്ട്രോസൈറ്റോമ ലെവലിൽ കറ്റേറിയ നെപ്പേറ്റ കൂടുതൽ ഫലവത്തായിട്ട് കണ്ടുവരുന്നുണ്ട്. അത് ഗ്ലയോമ ലെവലില് പിന്നെ മൾട്ടിഫോം ബ്ലാസ്റ്റോമ ലെവലിലും മൾട്ടിഫോം ബ്ലാസ്റ്റോമയുടെ പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്ലയോമ വെരി സ്ലോലി ആയിരിക്കും അത് പിന്നെ കൂടുതൽ അത് മുന്നോട്ട് പോകുന്നത്. അത് കൂടുതലും അതിൻ്റെ ഒരു പ്രവർത്തനം വളരെ സ്ലോലിയിലായിരിക്കും അതിൻ്റെ ഗ്രോത്ത് വരുന്നത്. അതിന് നല്ല മരുന്നായിരിക്കും. അതുപോലെ ബട്ടർഫ്ലൈ ഗ്ലയോമയ്ക്കും കറ്റേറിയ നെപ്പേറ്റ വെരി ഗുഡ് റെമഡിയാണ്. അതുപോലെ തന്നെ പ്രീ ക്യാൻസറസ് ലെവലിൽ പ്രൈമറി ഗ്ലയോബ്ലാസ്റ്റോമ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലയോബ്ലാസ്റ്റോമ ലെവലില് ഇതിന് ഏറ്റവും സ്പെസിഫിക് ആയിട്ട് തന്നെ കൽക്കേരിയ കാർബും കോണിയം തൂജ ഇതിനോടൊപ്പം തന്നെ ചിന്തിക്കേണ്ട മരുന്നാണ് കറ്റേറിയ നെപ്പേറ്റ. അതുപോലെ ലുക്കേമിക് സെൽസിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കഴിവ്, അതുപോലെ ലങ്സിലെ സ്മോൾ സെൽ ലങ് ക്യാൻസറിന്, ഹെപ്പാറ്റോ കാർസിനോമ എന്നിവയ്ക്കും സ്കോപ്പുലേറിയ നോഡോസയോടൊപ്പം തന്നെ കറ്റേറിയ നെപ്പേറ്റ നൽകാറുണ്ട്. ഇത്രയാണ് പിന്നെ ഒരു ഗ്ലാൻഡുലാർ ഡിസ്ക്രിപ്ഷനിൽ ഈ ക്ലാസ്സിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം ഞാനിത് നേരത്തെ ഇത് കൃത്യമായിട്ട് തന്നെ ഡിസ്കഷനിലേക്ക് പോകുന്നതിന് ഉദ്ദേശം തന്നെ ലാപ്പിസാൽബിന്റെ ആർക്കേലും അതിൻ്റെ ഒരു പിന്നെ എന്തെങ്കിലും പിന്നെ ഡിസ്കഷൻ
തിരിച്ച് ക്ലാസ്സിൽ പറയാൻ ആഗ്രഹിക്കുന്നവര് ലാപ്പിസ് ലാൽവിന്റെ ആക്ഷൻസ് കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യാനും അനുഭവങ്ങളുള്ളതും ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവര് എന്നിവർക്കൊക്കെ ഈ വേദി പങ്കിടാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ ക്ലാസ് ബ്രീഫാക്കിയത്. ലാപ്പിസ് ലാൽവിന്റെ അനുഭവങ്ങള് ഓൺകോളജിയിലല്ലാതെ തന്നെ ഒത്തിരി ആളുകൾക്കറിയാം. സ്പെസിഫിക് ആയിട്ട് തന്നെ എല്ലാ ഗ്ലാൻഡുലാർ റെമഡി, തൈറോയിഡ് ഗ്ലാൻഡ്, കൂടുതലും തൈറോമെഗലിക്ക് കൊടുക്കാം, ഗോയിറ്ററിന് കൊടുക്കുന്നവരുണ്ട്, ഫൈബ്രോ അഡിനോമ ഓഫ് വെസ്റ്റിന് കൊടുക്കുന്നവരുണ്ട്, ലിംഫഡിനൈറ്റിസിന് കൊടുക്കുന്നതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇതിൻ്റെ അകത്തൊരു പിന്നെ എല്ലാ ഡോക്ടേഴ്സും കൈകാര്യം ചെയ്യുന്ന ഒരു മരുന്നാണ്. അതൊരു വിശദമായിട്ടൊരു ഡിസ്കഷന് വേണ്ടി 15 മിനിറ്റ് സമയമുണ്ട്. അതിന് ഞാൻ എല്ലാവരും ക്ഷണിക്കുകയാണ്. ഓക്കെ, സജിമോൻ ഡോക്ടറെ, എന്തായാലും വളരെ സന്തോഷം. ലാപ്പിസ് ആൽബാണ് വളരെ വിശദമായിട്ട് ഡോക്ടർ ഏതൊക്കെ സ്റ്റേജിൽ എവിടെയെല്ലാം ലാപ്പിസ് ആൽബ് ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ വിശദമായി തന്നെ ഡോക്ടർ സംസാരിച്ചു. പിന്നെ സ്ക്രോഫ്ലോറിയ, നോഡോസ, ലൊബേലിയ തുടങ്ങിയ മരുന്നുകളെ കുറിച്ചും ഡോക്ടർ വിശദമായി പറഞ്ഞു തന്നു. ഇനി ഈ ലാപ്പിസ് ആൽബ് ഈ ഡോക്ടർ പറയാത്ത ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടുള്ള അനുഭവമുള്ളവര് ആ അനുഭവങ്ങൾ പങ്കുവയ്ക്കണമെന്നാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ എന്തെങ്കിലും ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കാനോ എന്തെങ്കിലുമൊക്കെ ഡോക്ടറോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാം റെഡിയായിരിക്കുക. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മാത്രം മതി. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ ഇസ്മായിൽ സേട്ട് സാർ, നമ്മുടെ സേട്ട് സാർ ഉൾപ്പെടെ ഉണ്ട്. എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം. സേട്ട് സാർ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സേട്ട് സാറിനെ ഒന്ന് കോഹോസ്റ്റ് ആക്കട്ടെ. സാറും ധാരാളം ക്യാൻസർ കേസുകളൊക്കെ ചികിത്സിക്കുന്ന വ്യക്തിയാണ്. ലാപ്പിസ് ആൽബിനെ കുറിച്ച് സേട്ട് സാറുണ്ടോ? സേട്ട് സാർ ഇല്ലേ? ഇടയ്ക്കൊക്കെ മുഖം കാണിച്ചിരുന്നു. സേട്ട് സാറുണ്ടോ? സേട്ട് സാർ പ്രതികരിക്കുന്നില്ല. സേട്ട് സാറുണ്ട്, ഷഫീഖ് ഡോക്ടറുണ്ട്, ധനേഷ് ഡോക്ടറുണ്ട്, ഹരിഹരൻ ഡോക്ടറുണ്ട്, വേണുഗോപാൽ ഡോക്ടർ, അങ്ങനെ സീനിയേഴ്സ് ഒത്തിരി പേരുണ്ട്. എന്തെങ്കിലും ലാപ്പിസ് ആൽബിനെ കുറിച്ച് ലാസ്റ്റ് പറഞ്ഞ മരുന്നുണ്ടല്ലോ ഡോക്ടറെ, ആ പേര് ഒന്നുകൂടി ഒന്ന് സ്പെല്ലിങ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലൊബീലിയ എർനസ്. അല്ല, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ്. കറ്റേറിയ നെപ്പേറ്റ. കറ്റേറിയ നെഫ്ലേറ്റ എന്നാണ്. നെപ്പേറ്റ, NEPATA. രാജശ്രീ ഡോക്ടറാണെന്ന് ചോദിച്ചിരിക്കുന്നു. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ് കേട്ട് കാണുമെന്ന് വിചാരിക്കും. ഭദ്രൻ ഡോക്ടറുണ്ട്. ഭദ്രൻ ഡോക്ടർക്ക് സംസാരിക്കാം. ലാപ്പിസ് ആൽബ് ക്യാൻസർ ചികിത്സയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ ഭദ്രൻ ഡോക്ടറൊക്കെ? അൺമ്യൂട്ട് സംസാരിക്കാം. അധികം ഉപയോഗിച്ചിട്ടില്ല. അക്കേഷണലായിട്ട് കൊടുത്തിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അക്യുറേറ്റീവ് ആയിട്ട് കൊടുത്തിട്ടില്ല. അനിൽകുമാർ ഡോക്ടറുടെ എക്സ്പീരിയൻസ് ആണോ? അനിൽകുമാർ ഡോക്ടർ ഉണ്ടോ? അനിൽകുമാർ ഡോക്ടറെ കണ്ടില്ലല്ലോ. സാധാരണ അപ്പൊ ഈ ക്യാൻസർ ചികിത്സ ഉണ്ടോ ഭദ്രൻ ഡോക്ടർക്ക് കൂടുതലായിട്ട്? ഉണ്ട്. അതിന് എങ്ങനെ മെഡിസിനൊക്കെ, ഏതൊക്കെ മെഡിസിൻസ് ആണ് അങ്ങനെ ഉപയോഗിക്കാറുള്ളത്? എനിക്ക് നല്ല റിസൾട്ട് കിട്ടില്ല. കുറെ മെഡിസിൻ, കുറെ കേസിലെ കാൽസിനോമ ഹൈപ്പോഫാരിൻസിലാണെങ്കിൽ ആഴ്സനിക്, ഫോസ്ഫറസ് ഇതുകൊണ്ട് ക്യൂർ ആയിട്ടുള്ള കേസുകളുണ്ട്. ടോട്ടൽ കംപ്ലീറ്റ് ക്യൂർ. അതായത് RCC വീട്ടിൽ പോയി മരിച്ചു എന്ന് പറഞ്ഞ, വീട്ടിൽ നാളെ പെരുന്നാൾ മരിച്ചു എന്ന് പറഞ്ഞ കേസ്. പിന്നെ 38 വർഷം പിന്നെ ജീവിച്ചിരുന്നു. എന്നിട്ട് ഈ കോവിഡ് സമയത്താണ് മരിച്ചു പോയത്. അപ്പൊ അങ്ങനെ അത്രയും ക്യൂർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്ത് ക്യാൻസർ ആയിരുന്നു ഡോക്ടറെ?
കാഴ്സിനോമ ഹൈപ്പർഫാരിങ്സ്. ഹൈപ്പോഫാരിങ്സ്. അതൊന്നും വെള്ളം ഇറക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഫിൽറ്റർ വെച്ചാണ് വെള്ളം കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ മരുന്ന് കൊടുത്ത് 3 ദിവസത്തിനകത്ത് തന്നെ വെള്ളം സുഖമായിട്ട് കുടിക്കാൻ പറ്റി. പിന്നെ ശരിക്കും 2 ആഴ്ച കഴിഞ്ഞ് ചോറ് തിന്നാൻ തുടങ്ങി. ഏതായാലും പുള്ളി ഈ 1981 എൻ്റെ അടുത്ത് വന്നത്. 2022 മരിച്ചത്. അത് കോവിഡ് വന്നിട്ടാണ് മരിച്ചത്. അപ്പോഴവരാരും ഓർമ്മിച്ചില്ല, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചില്ല. ഹോമിയോ മെഡിസിൻ ഉപയോഗിച്ചെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ലോഞ്ചിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാമായിരുന്നു. അതുപോലെ വേറൊരു കേസിൽ പിന്നെ ഹൈപ്പോഫാരിങ്സിൻ കാഴ്സിനോമ തന്നെ വേറൊരു കേസുണ്ട്. പുള്ളി SC/ST ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിരുന്ന തന്നെയാണ്. പുള്ളിക്ക് പക്ഷെ ഒച്ചയടപ്പൊന്നുമില്ല, പിന്നെ വിഴുങ്ങാൻ പ്രയാസമില്ല, ആഹാരം സുഖമായിട്ട് കഴിക്കാനത്. വോയിസ് കംപ്ലീറ്റ് ലോസ് ആയി. അതായത് പുള്ളി നിലവിളിക്കുകയാണെങ്കിൽ തന്നെ അത് ചെവിയിൽ അടക്കം പറയും പോലെ കേൾക്കുള്ളൂ. അത്രയും ടോട്ടൽ ലോസ് ഓഫ് വോയിസ്. അതൊരു 3 മാസം 4 മാസം കൊണ്ട് തന്നെ സുഖമാകുകയും ചെയ്തു. പിന്നെ കാഴ്സിനോമ ലങ്സിന്റെ ഒരു 4 കേസ് ക്യൂർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് കേസൊന്നും വന്നിട്ടില്ല. വന്നിട്ടുള്ള കേസിന് സുഖമായിട്ടും ഉണ്ട്. ഭാഗ്യത്തിന് അങ്ങനെയൊക്കെ കുറെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാം ഞാനിപ്പം കാലി കാർബ് അങ്ങനെയുള്ള മരുന്നുകളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. സെഫിലിനം, മെഡോർണം ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. കാഴ്സിനോമ കുറെ കേസുകൾ നന്നായിട്ട് ഡീൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ കേസും എനിക്ക് ഒരുപാട് കേസുകൾ കിട്ടിയിട്ടുള്ളതിൽ കുറെയൊക്കെ ശരിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ പണ്ടൊരു കാഴ്സിനോമ പെനിസൊക്കെ വന്നത് അതൊന്നും ചെയ്യാൻ പറ്റില്ല, അത് മരിച്ചുപോയി. എന്താണ് കാഴ്സിനോമ പെനിസിൽ എന്നത് പെനിസിൽ? കോളിഫ്ലവർ പോലെ വലിയ വലിയ ഗ്രോത്ത് ആയിരുന്നു. അത് ശരിക്കും ഓ. പറഞ്ഞാൽ ഒരു കോളിഫ്ലവറിന്റെ അത്ര ഉള്ള ഗ്രോത്ത് ആയിരുന്നു. അതിനൊന്നും ചെയ്യാൻ ഒക്കില്ല എന്നുള്ളത് അങ്ങനെയുള്ള സ്റ്റൈലാണ് കണ്ടത്. പുള്ളി പെനിസ് ആംബിറ്റേഷൻ സ്റ്റാഫിസാഗ്രിയൊക്കെ സ്റ്റാഫ്സെഗ്രി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് സജിമോൻ, ഞാൻ സാറേ പറയുന്നത് സാറേ അപ്പൊ ഞാൻ ഭദ്രൻ ഡോക്ടർ ഞാൻ എക്സ്പീരിയൻസ് ഇതൊക്കെയാണ്. ആ ഇനി അടുത്ത് സാറിനെ വിളിച്ചിരുന്നു നേരത്തെ, അപ്പോഴും സാറിനെ അപ്പോഴേ കണ്ടില്ല. എന്നെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ആണോ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, എന്തോ ടെക്നിക്കൽ. ശരി. ഇനി സാറ് സംസാരിച്ചു. സജിമോനെ ഇപ്പോൾ വേലപ്പൻ ഡോക്ടർ ആരെങ്കിലും ആണോ? എന്താ സാർ? വേലപ്പൻ ഡോക്ടർ ആരെങ്കിലും ആണോ? അല്ല അല്ല സാറേ, അല്ല. വേലപ്പൻ ഡോക്ടറെ ചായ ഉണ്ടോ? സാറിന്റെ എക്സ്പീരിയൻസ് ലാപ്പിസാൽബ് മരുന്ന് ഉപയോഗിക്കാറുണ്ടോ സാറേ? ഉണ്ട്, ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനാണ് സാറ് ലൊബിലൈസിന് ഞാൻ ഒരു തമാശ ഉള്ള ഒരു കാര്യം, എന്റെ ജ്യേഷ്ഠൻ എന്ന അസുഖം വന്നിട്ടാണ് ഞാൻ ഓർഡർ കൊടുത്തത്. അപ്പൊ എല്ലാ കമ്പനിയാണ് എനിക്ക് അയച്ച ലൊബില ഇൻഫ്ലേറ്റ് ആണ്. ഞാൻ അവർക്കെല്ലാം തെറി പറഞ്ഞ് ലാസ്റ്റോടെ കത്തയച്ചു നോൺസെൻസ് തൊട്ട് ഐ മാർക്കിംഗ് ഫോർ ദ ലൊബില തന്നെ ലൊബില ഇൻഫ്ലേറ്റ് ആയിട്ട് ഞാൻ കത്ത് അയച്ചിട്ടുണ്ട് എല്ലാ കമ്പനിയും. ഇന്ത്യയിലെ പല കമ്പനിക്കാരും എനിക്ക് ഞാനത് പറയുന്നില്ല ആരെയും, കാരണം അത് ആശയമ്പായി പോകും. എത്ര വായിച്ചു വളരെ വ്യക്തമായിട്ട് ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുത്തതാണ്. എന്നിട്ട് അവരെല്ലാം അയച്ചതെങ്കിൽ ലൊബില ഇൻഫ്ലേറ്റ് ആണ്. ഒരാൾ എന്നെ കളിയാക്കുകയും ചെയ്തു, യു ആർ മിസ്റ്റേക്കൻ, യു ആർ സ്പെല്ലിംഗ് നോട്ട് എലിമെന്റ് ലൊബില ഇൻഫ്ലേറ്റാ, ലൊബില എലിമെന്റ്സ് എല്ലാം ഉണ്ട്. ലൊബില എലിമെന്റ്സിനെ പറ്റി അവർ കേട്ടിട്ട് ചെയ്തവരാണ്. ഈ വിൽപ്പന നടത്തുന്ന ആളുകൾ വരെ, മരുന്ന് വിൽപ്പന നടത്തുന്ന ആളുകൾ വരെ. പിന്നെ എനിക്ക് കിട്ടിയത് എവിടെയെന്ന് വെച്ചാൽ അമേരിക്കയിൽ നിന്നാണ്. എൻ്റെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അവിടെ, റിപ്പീറ്റർ. അയാളെ സിസ്റ്ററിന് ഞാൻ ചികിത്സയുണ്ടായിരുന്നു. അങ്ങനെ അയാൾ ഞാൻ യാദൃശ്യമായിട്ട് അന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്കൊരു മരുന്ന് വേണമായിരുന്നു, ഇവിടെ ഇല്ല, കിട്ടുന്നില്ല. എന്ത് മരുന്ന് സാറേ അയച്ചു തരാം, ഞാൻ അയച്ചു തരാം. ഞാൻ മരുന്നിൻ്റെ പേര് അയച്ചു കൊടുത്തു. അതൊരു ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് മരുന്ന് കിട്ടിയത്. അങ്ങനെ ജ്യേഷ്ഠന് കൊടുത്തു. അവസാനം ലാസ്റ്റ് ടൈമിലാണ് കൊടുത്തത്. അതുകൊണ്ട് കുറച്ചൊക്കെ ഗുണം കിട്ടിയുള്ളൂ, അത്രേ ഉള്ളൂ. അതേ മരിച്ചുപോയി. അത് കൊടുത്തിടത്തോളം ഗുണം ഉണ്ടായിരുന്നു. വളരെ എല്ലാവർക്കും വലിയ അതിശയമായിരുന്നു. പിന്നെ മോഷനൊക്കെ നോർമലായിട്ട് പോയി, നന്നായിട്ട് വരുന്നത്. ഒമന്റൻ ക്യാൻസർ ആയിരുന്നു. ഒമന്റൻ ക്യാൻസറിന് സ്പെസിഫിക് ആണ് ലൊബില എറിനസ്. ലാപ്പിസ് ആൽബസ് ഒരുപാട് ആളുകൾക്ക് നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞ പല മരുന്നുകളും നല്ലോണം വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ആളാണ്, മനസ്സിലാകുന്നുണ്ട്. കൺഗ്രാറ്റ്സ്. ഈ പ്രായത്തിൽ നന്നായിട്ട് ശോഭിച്ചു വരുന്ന ആളാണ്. നമ്മളൊക്കെ വയസ്സായി, നിങ്ങളാണ് രംഗത്ത് വരേണ്ടത്.
നല്ല രീതിയിൽ ചികിത്സാ രീതി പാണ്ഡവമുണ്ട്, പാണ്ഡിത്യമുണ്ട്. അത് നല്ല രീതിയിൽ അല്ലെ ഉപയോഗിച്ച് മുന്നോട്ട് പോകണം. സാറേ, ഈ സജിമോൻ ഡോക്ടർ പറഞ്ഞത് ഈ ലാപ്പിസാൽബിന്റെ ഇൻഡിക്കേഷൻസ് ഡോക്ടർ പറയാത്ത ഏതെങ്കിലുമൊക്കെ കാര്യം ഇൻഡിക്കേഷൻസ് ഉണ്ടോ എന്നാണ് മിക്കവാറും അദ്ദേഹം പറഞ്ഞ ചോദ്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പല എന്തൊക്കെ രോഗങ്ങളും കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ കണ്ടീഷനില്? ലങ് ക്യാൻസറിന് കൊടുത്തിട്ടുണ്ട്, അതിന് ഒമേന്റൻ ക്യാൻസറിന് കൊടുത്തിട്ടുണ്ട്, പല കണ്ടീഷനും കൊടുത്തിട്ടുണ്ട് ഞാൻ. അദ്ദേഹം പറഞ്ഞ രോഗങ്ങൾക്കെല്ലാം വന്നിട്ടുണ്ട്, അതെല്ലാം കൊടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ. മറിയാമ്മ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മറിയാമ്മ ഡോക്ടർക്ക് സംസാരിക്കാം. മറിയാമ്മ ഡോക്ടർ കോഹോസ്റ്റ് അല്ലേ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം ഡോക്ടറെ. ഡോക്ടർ, ലാപ്പിസാൽപ്പ് ഏത് പൊട്ടൻസിയാന്ന് ചോദിക്കാനായിരുന്നു. ലാപ്പിസാൽവ് പലപ്പോഴും 30th പൊട്ടൻസിക്കാണ് നല്ല റിസൾട്ട് വരുന്നത്. തൈറോയിഡിന് ഒക്കെ അല്ലേ? സിസ്റ്റിനും ഒക്കെ 30 ആണല്ലേ? 30. അതെന്നറിയാന്. 30 കൂടെ ആക്ഷൻ ഉണ്ടാവുന്നത്. എന്താ ലാപ്പിസ് 30 കൂടെ ആക്ഷൻ വരുന്നത്. ലാപ്പിസ് 30. ഓക്കെ. ഞാൻ 3 കൊടുത്ത് നോക്കിയിട്ടുണ്ട്, അത്ര ആക്ഷൻ ഉണ്ടായിട്ടില്ല. പിന്നീട് 30 കൊടുത്ത 200 കൊടുത്തപ്പോഴും ആക്ഷൻ കുറച്ച് പതുങ്ങിപ്പോയി. അതുകൊണ്ട് ഞാൻ പിന്നെയും സ്വിച്ച് ഓൺ ടു 30. ഈ യൂട്രൈൻ ട്യൂമറും സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ലാപ്പിസാൽബ് ഉപയോഗിക്കാം ഇല്ലേ ഡോക്ടർ? ഉപയോഗിക്കാം. ഒരു മരുന്ന് ഞാൻ നേരിട്ട് തരാൻ ഉദ്ദേശിക്കുന്നത്, ക്യാൻസറിന് ഏത് പെയിൻ വന്നാലും. അത് സാർ പലപ്പോഴും പറയണ്ട്. കാൽക്കേരിയ കാർബ് 200. കാൽക്കരി കാർബ് സജിമോൻ പറഞ്ഞു, എന്നെ പ്രത്യേകം പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ രണ്ടാം പറയാനുള്ളത്. സാറേ, എന്ത് സജിമോൻ ഡോക്ടർ പറഞ്ഞു ലാപ്പിസാൽബ് ഇതെല്ലാം നേരത്തെ ഈ ലാപ്പിസാൽബിനെ കുറിച്ച് 3-4 മെഡിസിനെ കുറിച്ചേ പറഞ്ഞോളൂ. അതെ. ഓക്കെ. അപ്പോ ഇനി കൂട്ടിച്ചേർക്കലുകളൊന്നും ലാപ്പിസാൽബിന്റെ ഇൻഡിക്കേഷൻസ് ഒന്നും പുതിയതൊന്നും വന്നില്ല. അനിൽകുമാർ ഡോക്ടർ ഉണ്ടായിരുന്നു ക്യാൻസർ. വേണുഗോപാൽ സാർ നേരത്തെ ഒന്ന് മുഖം കാണിച്ചിരുന്നു. എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ വേണുഗോപാൽ ഡോക്ടറെ? അൺമ്യൂട്ട്. ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്യണേ. ഓക്കെ. ഞാൻ ലാപ്പിസാൽവ ഉപയോഗിച്ചിട്ടുണ്ട്. അത് കൂടുതലും ഈ ഒരു കേസ് സിസ്റ്റിക് ഹൈഗ്രോമ കേസ്, ക്യാൻസറസ് അല്ല, സിസ്റ്റിക് ഹൈഗ്രോമയിൽ നല്ല ഒരു ഇമ്പ്രൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഇത്ര ഹാർഡ്നെസ് ഇല്ലാത്തൊരു സ്റ്റേജ്, അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ള, ട്രൈഗ്ലിസറൈഡ് കൂടുതലുള്ള കേസിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വരുന്ന ട്രൈഗ്ലിസറൈഡ് ഹൈ വരുന്ന, ഇപ്പോൾ ഒരു ലൈപ്പോമ പേഷ്യൻസിന് കൊടുത്തു, പക്ഷെ ലൈപ്പോമയൊന്നും കുറഞ്ഞില്ല, ട്രൈഗ്ലിസറൈഡ് നല്ലോണം കുറഞ്ഞവർക്ക്. പുതിയവർക്ക് കൊളസ്ട്രോളിൽ ഇതെല്ലാം കൂടുതലായിരുന്നു. അപ്പോൾ ട്രൈഗ്ലിസറൈഡ് കുറഞ്ഞു. അപ്പോൾ നമ്മളതൊരു ഒബ്സർവേഷനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ട്രൈഗ്ലിസറൈഡുള്ള 2-3 കേസിന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൽ 2 കേസിന് നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ട്രൈഗ്ലിസറൈഡ് ലെവൽ ഒരുമാതിരി നന്നായി കുറഞ്ഞു. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അല്ലാതെ ക്യാൻസറിലൊന്നും ട്രൈ ചെയ്തിട്ടില്ല. സിസ്റ്റിക് ഹൈഗ്രോമ അറിയാം, അത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അതിൽ ഒരുമാതിരി നല്ല സൈസ് വ്യത്യാസം വന്നിട്ടുണ്ട്. അതാണ് എനിക്കുള്ള എക്സ്പീരിയൻസ്. ഓക്കെ. വേണുഗോപാൽ ഡോക്ടറെ, അപ്പൊ അതാണ് വേണുഗോപാൽ ഡോക്ടർക്ക് പറയാനുള്ളത്. സൂര്യ ഡോക്ടർ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ലാപ്പിസാൽബിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ സൂര്യ ഡോക്ടർക്ക്? സംസാരിക്കുന്നുണ്ടോ സൂര്യ ഡോക്ടറെ? ഇനി ആരെങ്കിലും ക്യാൻസറിനെ കുറിച്ച്, പ്രത്യേകിച്ചും ലാപ്പിസാൽബ് ഡോക്ടർ എന്ന് പറഞ്ഞ മെഡിസിനുകളെ കുറിച്ചെല്ലാം എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ക്യാൻസറിനെ കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം ഡോക്ടറോട്. ഇനിയും 4 മിനിറ്റ് ഉണ്ട്.
ഡോക്ടർ ഹരികുമാർ ഹരികുമാർ ഡോക്ടർ ഉണ്ടോ? ഹരികുമാർ ഡോക്ടർക്ക് സംസാരിക്കാം. ഡോക്ടർ ഹരികുമാർ ഡോക്ടർ ഉണ്ടോ? ഹരികുമാർ ഡോക്ടർക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. കാണുന്നില്ല. ആളുണ്ട്, പക്ഷെ റെസ്പോണ്ട് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. ഹരികുമാർ ഡോക്ടർ ഉണ്ടോ? കാണുന്നില്ല കേട്ടോ. കാണുന്നില്ല. അതുപോലെ ഇപ്പൊ വന്നെന്ന് തോന്നുന്നു. ഇപ്പൊ ഉണ്ട്. ഞാൻ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇപ്പൊ ഒന്ന് മിന്നാൻ മറങ്ങി പോയി. ഹരികുമാർ ഡോക്ടർക്ക് സംസാരിക്കാം, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഹരിഹരൻ സാറിന് സംസാരിക്കാം, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഷഫീഖ് ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അനിൽകുമാർ അല്ലേ? അനിൽകുമാർ ഡോക്ടർ കയറിയിട്ടില്ല. ഇവരാരും സംസാരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് 28, ഇനി 2 മിനിറ്റേ ഉള്ളൂ. നമുക്ക് എനിക്കൊരു എൻക്വയറി ഉണ്ടായിരുന്നു കേട്ടോ. ഡോക്ടർ KR വാസന്തി ബോർഡ് കണ്ടു ഞാൻ. രൂപം കണ്ടില്ല, രൂപം കണ്ട് ഞാൻ മനസ്സിലാക്കിയത്. എന്റെ ക്ലാസ്മേറ്റ് ആയിട്ട് വിളിച്ചവരുണ്ടായിരുന്നു KR വാസന്തി. അവരെ തന്നെയാണോ അറിയാൻ വേണ്ടി ചോദിച്ചതാ. അതൊരു KR വാസന്തി ആയിരുന്നു. ഫിഗർ കണ്ടാൽ മനസ്സിലാവും എനിക്ക്, പക്ഷെ ഇപ്പൊ അവരിട്ടിട്ടില്ല, ഫോട്ടോ ഇല്ലാതെയാണ് വന്നിരിക്കുന്നത്. എന്നും ഇങ്ങനെ ഒരു പേര് കാണാറുണ്ട്. അതാണ് പലപ്പോഴും ഞാൻ കാണാറുണ്ട്. ഇന്നൊന്ന് ചോദിച്ചാണ്, എനിക്കും അറിയാതാണ് ഞാൻ. അപ്പൊ സാറിന്റെ ക്ലാസ്മേറ്റ് ആണെങ്കിൽ അടുത്ത ക്ലാസ്സിലെങ്കിലും ഒന്ന് വീഡിയോ ഒക്കെ ഓണാക്കി റെഡിയായി ഒന്ന് വന്നാൽ കൊള്ളാം. വീഡിയോ ഓൺ ചെയ്ത് അടുത്ത ക്ലാസ്സിലെങ്കിലും നാളെങ്കിലും ഒന്ന് വീഡിയോ ഓണാക്കി വരണേ. സാറിന്റെ ക്ലാസ്മേറ്റ് ആണോ എന്ന് നോക്കാനാണ്. എന്തായാലും ഇന്ന് ക്യാൻസറിനെ കുറിച്ച് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. അതിനോടൊപ്പം ഭദ്രൻ ഡോക്ടറും നമ്മുടെ സെഡ് സാറും എല്ലാ അഭിപ്രായങ്ങളും വേണുഗോപാൽ ഡോക്ടറും എല്ലാവരുടെ എക്സ്പീരിയൻസും ഷെയർ ചെയ്തു. സജിമോൻ ഡോക്ടർ ക്യാൻസർ ട്രീറ്റ്മെന്റില് ഓരോ പുതിയ പുതിയ പാഠങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നമുക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സജിമോൻ ഡോക്ടർക്ക് എല്ലാവിധ ഉയർച്ചയും ക്യാൻസർ ചികിത്സയിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി മറിയമ്മ ഡോക്ടറെ തന്നെ ക്ഷണിക്കും. നന്ദി ഷൈന ഡോക്ടർ. ക്യാൻസർ ചികിത്സയുടെ പ്രാഥമിക ചികിത്സാ മാനദണ്ഡങ്ങൾ ഹോമിയോപ്പതിയിൽ എന്ന വിഷയത്തിലെ 3-ാം ഭാഗം ക്ലാസ്സാണ് ഇന്ന് നമുക്ക് ഡോക്ടർ എടുത്തത്. അതില് ഗ്ലാൻഡുലർ റെമഡീസിന്റെ ഉപയോഗത്തെക്കുറിച്ച് ഡോക്ടർ നമുക്ക് വളരെ വിശദമായി ക്ലാസ് എടുത്തു തന്നു. അങ്ങനെ നമുക്ക് വീണ്ടും ഒരു ദിവസം കൂടെ ധൈര്യം പകർന്നു തന്ന സജിമോൻ ഡോക്ടർക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ഇതിന്റെ ബാക്കി ക്ലാസ്സുമായിട്ട് എത്രയും വേഗം വരണമെന്ന് അപേക്ഷിക്കുകയും കൂടി ചെയ്യുന്നു. ഓക്കെ, മറിയമ്മ ഡോക്ടറെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇന്ന് സജിമോൻ ഡോക്ടർക്ക് പ്രത്യേകിച്ചും ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാള സെഷൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.